ഒരു ഐറ്റത്തിൻ്റെ ടേസ്റ്റിനെ പറ്റി ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾ പറയും എല്ലാ കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്നവരും ഇതൊക്കെ തന്നെയല്ലേ പറയാറുണ്ട്. പക്ഷെ ഒരൊറ്റ തവണ ട്രൈ ചെയ്താൽ നിങ്ങളിതിൻ്റെ ഫാനാകും കേട്ടോ. അപ്പോൾ എങ്ങനെയാ തുടങ്ങുകയല്ലേ? ആദ്യം തന്നെ ചെറുതായിട്ടരിഞ്ഞ് ഉപ്പിട്ട് വേവിച്ച കപ്പ കഷ്ണത്തിലോട്ട് കുറച്ച് മധുരക്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ടും നല്ല അടിപൊളിയായിട്ട് അങ്ങ് ഉടച്ചെടുത്തു. ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് അതൊന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ച കപ്പയും മധുരക്കിഴങ്ങിൻ്റെ മിക്സില്ലേ അതിട്ട് കൊടുത്ത് നല്ല പോലെ ഒരു 2-3 മിനിറ്റ് ആ ബട്ടറിലിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും ഇത് ഏകദേശം ഈ ഒരു രീതിയിൽ കിട്ടും. അതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലിന് 2ാം പാലൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം വീണ്ടും നല്ല പോലെ ആ പാലിലേക്ക് മിക്സ് ആവത്തക്ക രീതിയിൽ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് ഏകദേശം നല്ലപോലെ മിക്സായി വരുമ്പോൾ ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടി ഇട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നല്ല പോലെ ഇതൊന്ന് തിളച്ച് വറ്റി വരാൻ വെയിറ്റ് ചെയ്യാം. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വറ്റി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. തിളയ്ക്കാൻ നിൽക്കണ്ട, ഒന്ന് ചൂടാകുമ്പോഴേ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതങ്ങ് മാറ്റി വെക്കാം. എന്നിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വറ്റൽമുളകും കൂടെ ചേർത്ത് ഇതിൻ്റെ കളറൊന്ന് മാറി നല്ല ബ്രൗൺ കളറിലേക്ക് ഉള്ളി വരുമ്പോഴത്തേക്കും നമുക്കിതെടുത്ത് കപ്പയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് അങ്ങനെ വെച്ചേക്കണേ. എന്നിട്ടങ്ങ് തുറക്കണം. ഇതാണ് ഭയങ്കര ടേസ്റ്റുള്ള ബട്ടർ കപ്പ. ഇതൊരു വട്ടമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്, കിടിലോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുമല്ലേ? പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.